വീഴാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ലേഖനമാണ് യൂദായുടെ ലേഖനം. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ അവസാനത്തെ ലേഖനമാണ് യൂദായുടെ ലേഖനം. AD 68 എഴുതപ്പെട്ടതാണ്. ആകെ 25 വാക്യങ്ങളുള്ള ഈ ലേഖനം ഇന്നത്തെ സകല ജനത്തോടും ഉള്ള ഒരു മുന്നറിയിപ്പാണ്. ഈ പൊതുലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് സഭയിൽ നിലനിന്നിരുന്ന ദുരുപദേശങ്ങൾക്ക് എതിരെയാണ്. ഈ ലേഖനത്തിന് 2 പത്രോസ് 2-ാം അധ്യായവുമായി നല്ല സാമ്യം ഉണ്ട്. പത്രോസ് സഭയിൽ ഭാവികാലത്ത് വന്നുകൂടാൻ സാധ്യതയുള്ള ദുരുപദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ യൂദ സഭയിൽ നുഴഞ്ഞു കയറി കഴിഞ്ഞ വർത്തമാനകാലത്തെ ദുരുപദേശക്കാരെ സൂക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് സഭയിൽ അനേകം ദുരുപദേശക്കാരും അവിശ്വാസികളും ഉണ്ട്. അവർ സഭയിൽ നുഴഞ്ഞു കയറി വിശ്വാസികളെ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ അവസരം നോക്കി നടക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണമെന്നാണ് യൂദ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ലേഖനം ആരംഭിക്കുന്നത് യേശുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനും എന്ന യൂദ ആണ്. വിശ്വാസത്യാഗം സംഭവിച്ചവർക്ക് വന്ന നാശത്തെക്കുറിച്ചും യൂദ ആദ്യ ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നു. മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടിട്ടും അവർ വിശ്വസിച്ചില്ല. അതിനാൽ അവർക്ക് വന്ന ശിക്ഷയെക്കുറിച്ചും സോദോം ഗൊമോറ നിവാസികൾക്ക് സംഭവിച്ച നാശത്തെക്കുറിച്ചും കയീനെക്കുറിച്ചും ബിലെയാമിനെക്കുറിച്ചും കോരഹിനെക്കുറിച്ചും അവർക്ക് വന്ന നാശത്തെക്കുറിച്ചും യൂദായുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഇവരെല്ലാം സത്യദൈവത്തെ നിഷേധിച്ചവരായിരുന്നു. നിത്യമായ 3 കാര്യങ്ങളെക്കുറിച്ച് ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന്, ചങ്ങല. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ 6-ാമത് വചനം. 2, നിത്യ അഗ്നി. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. 1-ാമത്തെ വചനം. 3, നിത്യജീവൻ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. 20-21 വചനങ്ങൾ. യേശുവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ട് കർത്താവിനാൽ വിളിക്കപ്പെട്ടും സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന നാം സഭയിൽ നുഴഞ്ഞു കയറുന്ന ദുരുപദേശങ്ങൾക്ക് എതിരെ ശക്തമായി പോരാടണമെന്ന് യൂദ ആഹ്വാനം ചെയ്യുന്നു. ഇന്നും ധാരാളം ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ ലൗകികന്മാരും ജഡീകന്മാരും ദൈവപുത്രനെ നിഷേധിക്കുന്നവരും ദൈവജനത്തെ മലിനമാക്കുന്നവരും കർത്താവിൻ്റെ 2-ാം വരവിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ആത്മീയതയുടെ വേഷം ധരിച്ച് ദൈവത്തെ പരിത്യജിക്കുന്നവർ ആണെന്നും ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറണമെന്നും യൂദ മുന്നറിയിപ്പ് തരുന്നു. ഈ ലോകത്തിൽ വീണു പോകാതെ സൂക്ഷിപ്പാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു. 1, വചനം നാം ഓർക്കണം. 2, വിശ്വാസത്തെ മുറുകെ പിടിക്കണം. 3, ആത്മാവിൽ നാം ബലപ്പെടണം. 4, പരിശുദ്ധാത്മാവിൽ നാം ശക്തിപ്പെടണം, പ്രാർത്ഥിക്കണം. 5, കരുണയ്ക്കായി കാത്തിരിക്കണം. ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം. 7, നിത്യജീവനായി നാം നോക്കി പാർക്കണം. കർശനമായ ആഹ്വാനത്തോടെ ഈ ലേഖനം അവസാനിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു.
വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. 24-25 വചനങ്ങൾ. അന്ധകാര ശക്തികൾ അഴിഞ്ഞാടി ആരെ വീഴ്ത്തേണ്ടു എന്ന് നോക്കി നടക്കുന്ന വഴുവഴുപ്പുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സാത്താൻ ഏതു സമയവും ജീവിതത്തിൽ നുഴഞ്ഞു കയറി നമ്മെ വീഴ്ത്തുവാൻ നോക്കും. കർത്താവാകുന്ന പാറയിൽ പണിയപ്പെട്ടാൽ ലോകത്തിലെ മലിനതകൾക്ക് നമ്മെ വീഴ്ത്തുവാൻ സാധ്യമല്ല. ഈ പാറയുടെ പിളർപ്പിൽ എന്നും നമുക്ക് വസിക്കുവാനും സുരക്ഷിതമായിരിക്കുവാനും കഴിയും. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് 1 കൊരിന്ത്യർ 10:12 വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.